എന്താ ചെയ്യാമേ ഒരു കുറച്ചിന് എന്റെ നുണ കേട്ട് നമ്മുടെ യുവത്തന്മാരൊക്കെ പോയി എന്നെക്കാളും വലിയ തള്ളിവിടുന്നു. എനിക്കിത് ചെറുപ്പത്തിലുള്ള ശീലമാണ്. മുഖ്യമന്ത്രി അധികരിച്ചിട്ട് നമുക്ക് നുണ പറയുന്ന ശീലം മറക്കാൻ പറ്റും. അതല്ലല്ലോ CMA ഇവിടുത്തെ പ്രശ്നം. അധികാരത്തിൽ വന്ന ശ്രീഎംശ്രീയിൽ ഒപ്പിടാതിനോടൊപ്പം എന്തായി? സുലൈമാനെ എന്താ ജീ പറഞ്ഞത്? കായ് 1-2 കോടിയാ ഒരു ഒപ്പിന് കിട്ടാൻ പോണത്. കോടികൾ കയ്യിൽ വന്നിട്ടുണ്ടല്ലോ, നമുക്കൊരു പൊറുതിയാടാ. അണികളോട് എന്ത് പറയാം നമ്മള്? ഓരെന്തും പറയാ, ഓരെ വിശ്വസിച്ചോളും. എവിടെ ഒപ്പിട്ടാലും വേണ്ടില്ല. CMA 1000 കോടിയും കൂടി ഏറെ ചോദിച്ചോളൂ. നമ്മളെ റോഡൊക്കെ കുയ്യല്ലേ കുയ്യേ, ഇതൊക്കെ ഒന്ന് റെഡിയാക്കണ്ട നമുക്ക്. ഇതിപ്പോ മുന്നണി യോഗം ചേർന്ന് ഗതാഗത വകുപ്പ് എന്റെ തലയിൽ വെച്ചോളൂ. ഒന്നിനൊറ്റ കാശുമില്ല. ഖജനാവിൽ പെറ്റിടുന്ന പൂച്ചപ്പ സിംഹമായി മാറി. അറിയുന്നത് അതൊക്കെ സഹിക്കാം. ഇപ്പൊ ചോട്ടാ നേതാക്കന്മാരെ സങ്കടമാണ് സഹിക്കാൻ വയ്യാത്ത. അവർക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നമോ? നേരം വെളുത്ത പെണ്ണുങ്ങളൊക്കെ പ്രിയദർശിനി കയറിയാണ്ട് എങ്ങോട്ടാ പോവാ, എങ്ങോട്ടാണ് പോകുന്നത് ഓൽക്കും അറിയില്ല, ഓരോ കിട്ടിയവന്മാരും അറിയില്ല. ചുരുക്കി പറഞ്ഞ കിട്ടിയവന്മാരും പട്ടിണി. മന്ത്രി ഒരു കാര്യം ചെയ്യും, നമ്മളെ പ്രിയദർശൻ ബസ്സിന്റെ പുറകിലത്തെ 4 ടയർ ഓരോ ടയർ ഊരിയിട്ട് ആ ഫാസ്റ്റ് പാസ് ഉണ്ടെങ്കിൽ കൊടുക്കും. പ്രിയദർശന്റെ കട്ടപ്പുറത്താവുകയും ചെയ്യും, ഫാസ്റ്റ് ഓടുകയും ചെയ്യും, നമുക്ക് ക്യാഷ് കിട്ടുകയും ചെയ്യും. അത് നിരക്കടില്ല, അത് ഞാൻ ഏറ്റു. എന്താ അറബിക്കടലൊന്നും ഉണ്ടാത്ത ഈ വിഷയത്തിൽ? അതെ, ഈ മൈക്കും ജനങ്ങളെ ഒന്നിച്ച് കണ്ട എനിക്ക് വലിയ ആവേശ. ആ ആവേശത്തിൽ ഒറ്റ ഒറ്റത്തള്ളോ? അല്ല, പല തള്ളുണ്ട്. അതിപ്പോ ഇങ്ങനെയായി. ഇതുകൊണ്ടൊക്കെ നമ്മുടെ നാട് കുട്ടിച്ചോറാവോ? CMA ഒരു കാര്യം നമ്മൾ മറക്കണ്ട. ഒരു നാടൻ മുഖ്യമന്ത്രി ആയണ്ടേ നമ്മുടെ അയലോക്കത്ത് വിലസനെ നമ്മൾ കാണില്ലേ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നല്ല. അല്ലെങ്കിൽ വലിയ പാറ്റയെ പൂച്ച ഏരിയോ കറന്നുകൂടും അല്ലേ. അതേപോലെ വേറൊരു കാര്യം, തപാലോട്ട് എണ്ണിയപ്പോഴേ നമ്മൾ ഒരുപാട് ബാക്കില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരിന് കൈക്കൂലി വാങ്ങിയാൽ കോടതിക്ക് പോലും പോകാതെ ഒരു പിരിച്ചുള്ള നിയമം നമുക്ക് കൊണ്ടുവരണം. ഇല്ലേ, പെൻഷന് പോയി ഒരു കൊടുക്കരുത്. അതെൻ്റെ അഭിപ്രായം. അങ്ങനെ ജനങ്ങൾ സൂക്ഷിക്കണ്ട. 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ നമ്മൾ ഈ പണിക്കിറങ്ങി. പിന്നെ ആ വീര്യം കുറഞ്ഞ കള്ള് കമ്പനിയില്ലേ, കള്ള് കൊടുക്കണേ, ഒരു കോടികൾ നിന്നാ കേട്ട് കിട്ടിയിൽ പകുതി നമുക്ക് വേണട്ടോ. അതൊക്കെ എപ്പോഴേ എൻ്റെ നേതാവിനെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ അതിൽ ഇഷ്യൂ ആക്കണ്ട, കൊടുക്കേണ്ടവർക്ക് കൊടുത്തേക്കണ്. അല്ല, നമ്മളെ കുട്ടികളെ സിപ്പാക്കോ? അതിച്ച് കാര്യമാക്കണ്ട, അതൊക്കെ പറഞ്ഞു നിർത്താം നമുക്ക്. രണ്ടും പോയി. ഇന്നിനി കറണ്ട് വരും തോന്നല്ല. നമുക്ക് മുന്നണി അടുത്ത ദിവസത്തേക്ക് മാറ്റാം. അപ്പൊ അടുത്തൊരു ദിവസം കറണ്ട് പോലെ CMA